കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെടാത്തതോടെ രജിസ്ട്രാർ സ്ഥാനം ഉറപ്പിച്ച് കെ.എസ്. അനിൽകുമാർ. സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് ചൂണ്ടിക്കാട്ടി അനിൽകുമാർ ഹർജി പിൻവലിച്ചു. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ പരാതിയുണ്ടെങ്കിൽ വി.സിക്ക് ചാൻസലറെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അധികാര തർക്കത്തെ തുടർന്ന് കേരള സർവകലാശാലയിൽ അസാധാരണ സംഭവ വികാസങ്ങൾ അരങ്ങേറി. കെ.എസ്. അനിൽകുമാറിനെ വെട്ടാനായി മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ച സിസ തോമസിന്റെ നീക്കം പാളി. വി.സിയുടെ നോട്ടീസിന് മറുപടി കൊടുക്കാതെ അവധിയിൽ പ്രവേശിച്ച പി. ഹരികുമാറിന് പകരം പുതിയ ജോയിന്റ് രജിസ്ട്രാറെ നിയമിച്ചും താൽക്കാലിക വി.സി ഉത്തരവിറക്കി. ഹാൻസ് ഡോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വിവരങ്ങളുമായി ഹാൻസ്, എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിലാണിപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിരിക്കുന്നത്. രജിസ്ട്രാറായി കെ.എസ്. അനിൽകുമാർ തന്നെ തുടരും എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സിസ തോമസിന്റെ നീക്കം എങ്ങനെയാണ് പാളിയത്? സിൻഡിക്കേറ്റ് തീരുമാനം തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ നിലപാടായി എടുത്തിരിക്കുന്നത്? തീർച്ചയായും സ്വാതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് നിലവിലെ വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള സിസ തോമസ് അവർക്ക് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. ഈ കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാറിനെ ഗവർണറുടെ ശുപാർശയിന്മേൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്യുന്നത്. ഈ സസ്പെൻഷനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ചത്. പക്ഷേ തനിക്ക് അനുകൂലമായ നിലപാട് ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകുകയും പിന്നീട് അനിൽകുമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമുണ്ടായത്. ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി പിൻവലിക്കാനായിരുന്നു അനിൽകുമാറിൻ്റെ നീക്കം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും നിലപാടുണ്ടായിരിക്കുന്നത്. കാരണം ഈ പെറ്റീഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേസ് ഇല്ലാതാകും, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ അനുകൂല നിലപാട്, അനിൽകുമാറിന് അനുകൂലമായിട്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം നിലവിൽ വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ രാജ്ഭവൻ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് സർവകലാശാല സിൻഡിക്കേറ്റിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സിൻഡിക്കേറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം നിയമവിരുദ്ധമാണെന്നാണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള നിയമസാധുതയുമില്ല. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായി താൻ ഡോക്ടർ മിനി കാപ്പനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നതെന്നാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സസ്പെൻഷൻ പിൻവലിച്ചതിൽ എതിർപ്പുണ്ടെങ്കിൽ നിയമന അതോറിറ്റിയെ സമീപിക്കാമെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ നിയമന അതോറിറ്റി ചാൻസലറാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാൻസലർ നിലപാടെടുക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ നിയമോപദേശം തേടിയെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. സ്വാതി.